നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ ചീരു, ചീരു. ആ സരോജിനി ആന്റി കിട്ടിയോ? അമ്പിളിമോളും മഞ്ചാടിമോളും കൂടി എങ്ങോട്ടാ പോയ മോളെ? അവരെന്തോ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ അക്ഷയ പോയിരിക്കുക. ആന്റി അവരെ കണ്ടോ? ഞാൻ കണ്ടു, പക്ഷെ അവരെന്നെ കണ്ടില്ല. അത് നന്നായി. പിന്നെ അവരില്ലാത്ത സമയത്ത് ആന്റി വന്നെങ്കിന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. എല്ലാം കിട്ടിയോ ആന്റി? പൈനാപ്പിളും പപ്പായും ഞാൻ വരാൻ നേരത്ത് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. പൈനാപ്പിൾ ഒരെണ്ണം ജംഗ്ഷനിൽ നിന്ന് വാങ്ങിച്ചു. ആന്റി ഇങ്ങ് വന്നേ. ഇതിലേതാ ആന്റി ആദ്യം കഴിക്കണ്ടേ? ആദ്യം പപ്പായ കഴിച്ചാ മതി. പച്ചപ്പപ്പായ തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യാം. മിക്കവാറും അത് മതിയോ? അയ്യോ ആന്റി പതുക്കെ പറ, അനുചേച്ചി അപ്പുറത്തുണ്ട്. അനുവിന്റെ കാര്യം ഞാൻ ഓർത്തില്ല മോളെ. അടുക്കളയിലാണോ? അല്ല, പുറത്ത് തുണിയലക്ക. എന്നാ പിന്നെ ഞാൻ കാണാൻ നിൽക്കുന്നില്ല. ഇന്നലെ ഗിരിജ തയ്യൽ കൂലിയായി 1000 രൂപ ഏൽപ്പിച്ചിരുന്നു. ബാക്കി കണക്ക് നോക്കിയിട്ട് ചീരുവിന് തന്നോളാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ മോളെ. ഞാൻ മോളോടൊരു കാര്യം ഏറ്റതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേ. കൊച്ചിന് വയ്യാത്തോണ്ടേ ഞാൻ വീട്ടിലുണ്ടായേ മതി. ശരി, എന്നാ ആന്റി പോയിക്കോ. എന്നാ പോട്ടെ. റിസൾട്ട് എന്താന്ന് നോക്കിയിട്ട് ഞാൻ ആന്റിയെ വിളിച്ചു. ശരി മോളെ, പോയിട്ട് വരാം. പിള്ളേരെ ഒരു കാര്യം, എല്ലാം മുറിയിനെടുത്ത് പുറത്തിടുക. ഇനിയൊന്നും വലിച്ചെറിഞ്ഞേക്കല്ലേ. ദാ പോയി വെച്ചുമോന്റെ കൂടെ കളിക്ക്. ചെല്ല്. ഇത് പുതിയതുപോലെയുണ്ടല്ലോ. ഇവിടെ ആരാ ഇപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ? അവൾക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല. ഡൗട്ട് തീർക്കാൻ നോക്കിയതായിരിക്കും. ചീരു. ആഹാ, ഇതൊക്കെ എവിടുന്നാ? അമ്പിളി ചേച്ചി മഞ്ചാടി വരുമ്പോ കൊണ്ടുവന്നാണോ? അവര് വന്നിട്ടില്ല ചേച്ചി. സരോജിനി ആന്റി വന്നപ്പോ കൊണ്ടുവന്നതാ. ഓ, പപ്പായേ അവരുടെ വീട്ടിലുണ്ടായതാണത്രേ. അവിടെ ഇരിക്കട്ടെ. അല്ല, സരോജിനി ആന്റി വന്നിട്ട് പെട്ടെന്ന് പോയോ? വെറുതെ വന്നാണോ? ഗിരിചേച്ചി ഇന്നലെ തയ്ച്ചെന്റെ പൈസ കൊടുത്തിരുന്നു. അതെനിക്ക് തരാൻ വന്നതാ. ഞാനേ ഇപ്പൊ വരാം ചേച്ചി. ചീരു, നീ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയോ? പുറത്ത് ഞാനൊരു സ്ട്രിപ്പ് കണ്ടിരുന്നു. നീ അല്ലാതെ വേറെ ആരിവിടെ നോക്കാനാ? റിസൾട്ടൊക്കെ അതൊന്ന് വാങ്ങിപ്പോയി. അല്ല, നെഗറ്റീവ് ആണല്ലോ അല്ലേ? അല്ല ചേച്ചി, പോസിറ്റീവാ. ചേരു, മോള് കാര്യമായിട്ട് പറയാണോ? അതെ ചേച്ചി, മഞ്ചാടിയുടെ വീഡിയോ ഉള്ള ഫോൺ തരാന്ന് പറഞ്ഞ അയാളെന്നെ അറപ്പും വെറുപ്പുമായിരുന്നിട്ടും
ഒരനിയത്തിയുടെ അഭിമാനം രക്ഷിക്കാൻ വഴങ്ങി കൊടുക്കേണ്ടി വന്നു. നീ എന്താ എന്നോട് പോലും പറയാതിരുന്നേ? അണക്കേട് ഓർത്തിട്ടാ ചേച്ചി. എന്റെ അവസ്ഥ ചേച്ചിയോട് പറയും പോലെ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റൂ? പറഞ്ഞ മനസ്സിലാവൂ? ആരും അറിയാതെ നശിപ്പിച്ച് കളയാന്ന് വിചാരിച്ചു. അതിന് ഇതൊക്കെ കഴിച്ചാ അത് നശിച്ചു പോവുന്ന നിന്നോട് ആരാ പറഞ്ഞേ? സരോജിനി ആന്റിയാണോ? ഇത് വേണ്ട മോളെ, ഇതൊന്നും ശരിയായ വഴിയല്ല. മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വിനയ നിന്റെ ഭർത്താവല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തില് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കിത് നേരായ വഴിയിൽ ഇല്ലാതാക്കാം. വേണ്ട ചേച്ചി. അച്ഛനും അമ്പിളി ചേച്ചി ഇതറിഞ്ഞ് ഒരു ജീവൻ ഇല്ലാതാക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ വീണ്ടും ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ വരും. ദയവേത് അനു ചേച്ചി ഇതാരോടും പറയരുത്. ആരും അറിയാതെ ഇതില്ലാതാക്കാൻ അനു ചേച്ചി എന്നെ സഹായിക്കണം. വീണ്ടും വിനയന്റെ കൂടെ പോകേണ്ടി വന്ന ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. മോളെ, അമ്പിളി ചേച്ചി മഞ്ചാടി വന്നിട്ടുണ്ട്. മോൾ കണ്ണു തുടയ്ക്ക്. കളിക്കായിരുന്നോ? അമ്മയുടെ മുത്ത് കളിക്കായിരുന്നോ? നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. മോള് വിഷമിക്കാതെ. ചേച്ചി ഉണ്ട് നിന്റെ കൂടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കേട്ടോ മോളെ?